गणपति भजे ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഷോ ഇല്ലാതെ നമ്മുടെ ഒരു ദിവസമില്ലെന്ന് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം നമ്മൾ ചെപ്പ് തുറന്നിട്ട് കുറേ ദിവസമായി. ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞു പോയാൽ ഞാനാണ് അവിചാരിതമായിട്ട് കുറച്ച് തിരക്കുകളായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ വീഡിയോസിൽ കൂടെ മാത്രം അറിയാവുന്ന നിങ്ങളിൽ പലരും എന്നെ തിരക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാര്യം എനിക്ക് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ലാത്ത ബന്ധുക്കളാണ് എനിക്ക് കൂടുതലും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്നെ തീരെ അറിയാത്ത നിങ്ങളൊക്കെ എന്നെ തിരക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും പാലസിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പോൾ വരാം, 2 മണിക്കൂർ ഗ്യാപ്പുണ്ട്, അതിനുശേഷം നമുക്ക് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ രാത്രി കാഴ്ചകൾ കാണാൻ വന്ന കേട്ടോ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വൈകിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒന്നിച്ച് ടിക്കറ്റ് അവർ തരില്ല. പിന്നീട് നമ്മൾ ഒരു 7 o'clock ഒരു 6:45 ആകുമ്പോഴേ അടുത്ത ടിക്കറ്റ് കൗണ്ടർ തുടങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഡബിൾ ആകും ചാർജ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നൈറ്റ് ഷോ 7 to 7:45 ആണ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഈ കണ്ടന്റ് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അന്ന് ഒരുപാട് പേര് പറഞ്ഞു പാലസ് കണ്ടിട്ടുണ്ട്. ശരിയാ, ഒരുപാട് പേരും പാലസ് കാണാൻ വരാറുണ്ട്. എങ്കിലും നൈറ്റിലെ ഈ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മളന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും അത് നടന്നൊന്നും വരില്ല. അങ്ങനെ അത് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇത് കണ്ടു നോക്ക്. നമുക്ക് ഭയങ്കര രസമുള്ള കാഴ്ചകൾ. അപ്പോൾ അവ നമുക്കൊന്ന് കണ്ടാലോ. Chamundi is an exciting story. Long ago, there lived here a Rakshasa, a demon. He was very cruel and tortured people mercilessly. ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നമ്മൾ കാണാൻ സെലക്ട് ചെയ്യുമ്പോൾ അതെനിക്ക് ഡേയ്സ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നിങ്ങളത് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അത് ഇംഗ്ലീഷ് കമൻട്രി ഉണ്ട്, അതുപോലെ കന്നഡയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ചാമുണ്ഡി ദേവിയുടെയും ഒക്കെയുള്ള സ്റ്റോറി പറയുകയാണ്. ഈ സ്റ്റോറി എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് മുമ്പിലത്തെ വീഡിയോയും അതിന് മുമ്പിലത്തെ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ആ മുമ്പിലത്തെ വീഡിയോയിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ചാമുണ്ഡി ദേവിയും ആ ടെമ്പിളും ഈ പാലസുമായിട്ടുള്ള ബന്ധവും കണക്ഷനും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഫുൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരിങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ കൂടെ ഇങ്ങനെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പാർവതി ദേവിയുടെ അവതാരമായ ഗൗരി എങ്ങനെ ചാമുണ്ഡി ദേവിയായിട്ട് ഈ ഹിൽസിൻ്റെ മുകളിൽ വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അത് ഒന്ന് പോയി കണ്ടു നോക്കണേ കാണാത്തവരെ, എങ്കിലേ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവുള്ളൂ. In the 14th century, this region was known as Hadinadu. King Chamaraja ruled the land. ഇതിന് തൊട്ട് മുമ്പിലായിട്ട് ഞാൻ ഇട്ടിരുന്ന പാലസിൻ്റെ വീഡിയോയിലെ പാലസിൻ്റെ ഫുൾ ഹിസ്റ്ററി ഞാൻ തുടക്കത്തിൽ തന്നെ ഇൻട്രോ പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഫുൾ കാര്യങ്ങളാണ് ഇവിടെ ഇവർ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
വീഡിയോയിൽ നമ്മൾ കൊട്ടാരത്തിലെ അകത്തെ കാഴ്ചകളാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ അതേ കൊട്ടാരത്തിൻ്റെ പുറത്തിരുന്ന് അകത്തോട്ടുള്ള രാത്രി കാഴ്ചകളാണ് കാണുന്നത്. അന്ന് ഞാൻ കാണിച്ചിരുന്നു പ്രധാന കവാടം മാർത്താണ്ഡ എന്ന് പറയുന്നത്, അത് അടച്ചിരിക്കുക അങ്ങനെയെന്ന്. അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നിരുന്ന് അവിടെ നിറയെ ചെയറിട്ടിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ കൊട്ടാരത്തിലോട്ട് നോക്കിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ ഫുൾ ലൈറ്റ് ആൻഡ് സൗണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ഭയങ്കര രസമായിരുന്നു ഇത്. പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത് നല്ല ഇരുട്ട്, വീഡിയോ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഫോണിങ്ങനെ പിടിച്ചിരുന്നെടുക്കുക. അതിൻ്റെ കൂടെ കൊതുക് കടി ഭയങ്കരമായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ കൊതുകടിയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ചില ഷേക്കൊക്കെ ഇങ്ങനെ വീഡിയോയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അപാകത തോന്നിയതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വരും. അത് കാരണം നമുക്ക് ശരിക്കുള്ള ഇത് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് കണ്ടത് ഇങ്ങനത്തെ ഷോ കണ്ടത് നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ടിൽ ഹൈദരാബാദിൽ പോയപ്പോൾ അന്ന് അവിടെ അമിതാഭ് ബച്ചനാണ് അവിടെ ഇതുപോലെ കമൻട്രി പറയുന്നത്. എന്ത് രസമായിരുന്നു എന്നറിയാം. അതിങ്ങനെ ഓരോ സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അതായത് കാര്യങ്ങൾ കാണിക്കുക. ഇത് കൊട്ടാരം ഒത്തിരി ടെമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ ഇതിന് ചുറ്റും. നമ്മൾ ആ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ അതൊന്നും നമുക്ക് കാണാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്കത് ഫുള്ളി അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. ഇതോടുകൂടി നമ്മുടെ 25th ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയൊരു ഡിന്നർ മോള് സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ടത്, നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 7:30 തന്നെ ഹോട്ടലിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ എത്രയും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം, അപ്പം തന്നെ നമുക്ക് ഇറങ്ങി നമുക്കൊരു 10:30 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാംഗ്ലൂർക്ക് എത്തണമായിരുന്നു. ആ ഒരു യാത്രയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ദിവസം അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ തീരുമാനം തെറ്റായിരുന്നില്ല. ആദ്യം വിചാരിച്ചിരുന്നു എല്ലാ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് വളരെ അടിച്ചു പൊളിക്കണം. പിന്നീടാണ് അതൊന്നും വേണ്ട, നമുക്ക് ഇതും മതി എന്നുള്ള നമ്മുടെ ഈ തീരുമാനം എടുത്തത്. അപ്പം എൻ്റെ വീഡിയോ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദി.